നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കണം. വയനാട്ടിലെ സകല സ്ത്രീജനങ്ങളുടെയും കയ്യടി വാങ്ങിക്കൂട്ടുന്ന ഒരു വാക്പ്രയോഗമായിരുന്നു കഴിഞ്ഞ ദിവസം പ്രിയങ്ക നടത്തിയത്. ജോലിക്ക് പോയാലും വീട്ടുജോലി എന്ന ഭാരത്തെ ഒരിക്കൽ പോലും ഇറക്കി വെക്കാൻ പറ്റാത്തത് ആ വീട്ടമ്മമാരെ ചേർത്ത് പിടിക്കുകയാണ് പ്രിയങ്ക. ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലെ പുരുഷ ജനങ്ങൾ അവരുടെ ക്ഷീണം മാറ്റാൻ കിടന്നുറങ്ങുമ്പോഴും സ്ത്രീകൾക്ക് അടുക്കളപ്പണികളിൽ കുട്ടികളുടെ ചുമതലകൾ ഇതെല്ലാം നിറവേറ്റിയിട്ട് മാത്രമേ ഒന്ന് കിടക്കാൻ പറ്റൂ. ഇത്തരത്തിൽ കാര്യങ്ങളെ പ്രിയങ്ക എണ്ണി പറയുമ്പോൾ സദസ്സിൽ നിന്നും കയ്യടി മുഴക്കങ്ങൾ കേൾക്കാം. പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ പ്രിയങ്ക ഗാന്ധി എത്തിയപ്പോഴാണ് ഈ കയ്യടി വാങ്ങിക്കൂട്ടുന്ന പ്രസംഗം പ്രിയങ്ക കാഴ്ചവെച്ചത്. ഇവിടെ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി തുറന്നടിച്ചു പറഞ്ഞ് സദസ്സിനെ ഇളക്കി മറിക്കുകയാണ് പ്രിയങ്ക. ആ രംഗങ്ങൾ ഒന്ന് കാണാം. All the men are standing at the back today. നിങ്ങൾ പുരുഷന്മാരെല്ലാം പുറകിൽ നിൽക്കുകയാണെന്ന്. When they go to work, they come home and they rest in the evening. അവർ ജോലിക്ക് പോകുമ്പോൾ അവർ തിരിച്ച് വീട്ടിൽ വന്ന് അവർ വിശ്രമിക്കും. When you come back from work, you don't rest. പക്ഷെ നിങ്ങൾ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയാൽ നിങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയാറില്ല. You see to it that everybody is eaten. You see to it that the children are all right. You see that every family member is happy, that they are relaxed. The house is clean. You have many more jobs that you do as well as your work. നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. നിങ്ങളുടെ കുട്ടികളുടെ ക്ഷേമത്തെക്കുറിച്ച് നോക്കണം. നിങ്ങൾ വീട് വൃത്തിയാണോ എന്ന് നോക്കണം. അതെല്ലാ പണികളും നിങ്ങളാണ് ചെയ്യേണ്ടി വരുന്നത്. And you finally go to sleep after everybody else in the house is gone. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നത്. And whenever the family or society faces problems, it is you who stand strong. നിങ്ങളുടെ കുടുംബവും സമൂഹവും എല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും വരുമ്പോൾ നിങ്ങളാണ് മുന്നിൽ നിന്ന് പോരാടുന്നത്. You who hold it together. നിങ്ങൾ അവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. And so for me, you are the most important element of society, of family, of this nation. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ഈ രാഷ്ട്രത്തിന്റെ, ഈ സമൂഹത്തിന്റെ, ഈ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീകളാണ്. I am so proud of this Kutumbashri work. It is today you are celebrating 27 years. ഈ 27 വർഷമാണ് CDSന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ഈ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഏറെ ആഹ്ലാദം നൽകുന്ന ഒന്നാണ്. And I am proud of it because yourselves, by coming together, by helping and supporting each other, you have been able to stand on your own feet. എനിക്കേറെ അഭിമാനം തരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഒരുമിച്ച് വന്ന്, നിങ്ങൾ തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ച്, നിങ്ങൾ ഒരുമിച്ച് സമ്പാദിച്ച് ഈ നാടിനു വേണ്ടി ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. You have been able to provide to your families, help each other. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെലവുകൾ ഉൾപ്പെടെ കണ്ടെത്താൻ സാധിക്കുന്നു. നിങ്ങൾ പരസ്പരം സഹായിക്കുന്നു. And nobody can take you for granted. Nobody can treat you with a lack of respect. നിങ്ങളെ ബഹുമാനമില്ലാതെ ഒരാൾക്കും പ്രവർത്തിക്കാൻ കഴിയില്ല. നിങ്ങളെ എല്ലാത്തിനും വേണ്ടി ഒരായിട്ടെടുക്കാൻ നിങ്ങൾ സാധിക്കില്ല. And I know that is the biggest change that has come about in your lives by working with the Kutumbashri. അതുകൊണ്ട് കുടുംബശ്രീയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. At one time women were able to save 5 or 10 rupees. ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് 5 or 10 രൂപ മാത്രം മാറ്റിവെക്കാൻ സാധിക്കുമായിരുന്നു. Today your savings have increased tenfold. ഇന്ന് നിങ്ങളുടെ സമ്പാദ്യം 10 തവണ വർദ്ധിച്ചിരിക്കുന്നു. You can help each other start small businesses. നിങ്ങൾക്ക് പരസ്പരം സഹായിക്കാം. ചെറുകിട വ്യാപാരങ്ങൾ ആരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. Or do small works that help the economy of your family. നിങ്ങളുടെ കുടുംബത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. And all of you have become an example by collecting money to build a house for somebody who didn't have the money to do it themselves. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിങ്ങൾക്ക് കുടുംബങ്ങൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വീടുണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരുമിച്ച് സഹായിക്കാൻ സാധിക്കുന്നു. I want to congratulate each and every one of you. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു.
I look at each and every one of you sitting here and I know that you're strong. I know that you're brave. I know that you have struggled in your life. I know that you have faced immense difficulties. ഞാൻ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും നോക്കി എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, നിങ്ങൾ ഒട്ടേറെ വിഷമതകളിലൂടെയാണ് കടന്നു വന്നത്. നിങ്ങൾക്ക് ഒട്ടേറെ ഒരു കരുത്ത് ഉള്ളവരാണ്. നിങ്ങൾ വലിയ പോരാട്ട വീര്യം ഉള്ളവരാണെന്ന് നിങ്ങൾ ഓരോരുത്തരെയും നോക്കി എനിക്ക് പറയാൻ സാധിക്കും.